പറയുന്നത് കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള സാറ് ഇരിക്കുന്ന സമയത്ത് വാതിൽ സ്പ്രിങ് വെച്ച വാതിലുണ്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ച സ്പ്രിങ് വെച്ച പഴയ വാതിൽ. ഇപ്പം അങ്ങനത്തെ വാതിലില്ല. ഇപ്പം അങ്ങനല്ല. ഇപ്പം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ട് കാണിച്ചു തരാൻ പോകുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വന്നത് നമ്മൾ പൂച്ചകരി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്ന കേട്ടോ. ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു വരും. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നില്ല. പോയി കണ്ട പിന്നെ തലകുറി, പേനിന്റെ അസുഖം, പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പൊ ഇരിക്കരുത് അയാള്. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോനെ ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും. പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തെ നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുക. ഉദാഹരണമാണ്, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ വരും. സൂപ്പറുണ്ട് പോയോ? ഏഴ് മണിയായി. ഏത് താലൂക്കൂണിനെ പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി 8 മണി 12 മണിക്കൊക്കെയാണ് താലൂക്കൂണി പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയും, ചായ കൊടുക്കാൻ പറയും. പിന്നെ കുറച്ചു നേരം ഞാൻ പറയും ചായ കൊടുക്കും. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നത്. മന്നത്ത് ആചാര്യന്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല. കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം എല്ലാത്തില്ല. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഈയിടെ പറഞ്ഞൊരു കമന്റ് ഇന്നലെ എന്നോട് മണിക്കുട്ടൻ പറഞ്ഞു, കമ്പനി ആക്ടിന് പ്രകാരമുള്ള പോരാട്ടമൊക്കെ നടക്കട്ടെ, പക്ഷെ മന്നത്ത് ആചാര്യന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവുന്നത്. അത് പൊതു സ്വത്താണ്, അതിനുവേണ്ടി പോരാടണം എന്ന് പറഞ്ഞു തോന്നി. വളരെ ശരിയാണ്. ഞാനിപ്പോൾ എനിക്കും പറയാനുള്ളതേ ഉള്ളൂ. മന്നത്ത് ആചാര്യനെ സമൂഹത്തിന്റെ ഉന്നതിയിലെ ജനങ്ങൾക്ക് കാണാൻ ലോകത്ത് എവിടെയും ഉള്ള നായർ, ലോകത്ത് ഇത് മണ്ടത്തറയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡൽഹി നായരും ബോംബെ നായരും ഒന്നുമില്ല. മന്നത്ത് ആചാര്യൻ ഇത് രജിസ്റ്റർ ചെയ്ത ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അന്ന് ഇന്ത്യൻ കമ്പനി ആക്ടേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്ത സാധനമാണ് അവിടെ കിടപ്പുണ്ടത്. രജിസ്റ്റർ ചെയ്തായിട്ട് റിട്ടേൺ കൊടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ആ ആക്ട് പ്രകാരം ഡൽഹിയിലുള്ള നായർക്ക് ഇതിനകത്ത് കാര്യമുണ്ട്. ഇന്ത്യ മുഴുവൻ വന്ന ബ്രിട്ടീഷുകാരത് ഒറ്റതേ ഉള്ളൂ. പിന്നെ കേരളം രൂപീകരിച്ചെന്ന അതിനുശേഷം കേരളത്തിലെ ആക്ടൊക്കെ വരുന്നത്. ഇതൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. NSSനെതിരെ കേസ് കൊടുക്കുന്നു, NSനെതിരെ കേസ് കൊടുക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, ഭൂരിപക്ഷം ഉണ്ടായിട്ടും യൂണിയൻ പിരിച്ചുവിട്ട് നിങ്ങൾ എന്താ കേസ് കൊടുക്കാത്തത്? NSന് കേസ് കൊടുത്തു, എതിരെ കേസ് കൊടുത്തു എന്നുള്ള ചെയ്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് NSന് എതിരെ നിൽക്കരുത്. ഞാൻ NSനെതിരെ നിൽക്കത്തില്ല. ഞാൻ NSന്റെ കൂടെ നിൽക്കും, NSനകത്ത് നിൽക്കും. തെറ്റുകളെ തിരുത്താനുള്ള പോരാട്ടത്തിൽ ആരൊക്കെ രംഗത്തുണ്ടോ അവരോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു.